വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അറബി വ്യാകരണത്തെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് എന്ന ഗ്രന്ഥം. അറബി വ്യാകരണത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. ഫഇന്നൽ അഫ്ആല അലാ അർബഅത്തി അഖ്സാമി. അറബിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്മു, ഫിഅല്, ഹർഫ്. അതിന്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തുവിന്റെ പേരിന്, നാമം, അതിന് ഇസ്മെന്നും കാലവുമായി ബന്ധപ്പെടുത്തി ഒരു പ്രവൃത്തിക്ക് ഫിഅല് എന്നും, സ്വന്തമായി അർത്ഥമില്ലാത്തതും വാക്കുകൾ കൂടിച്ചേരുമ്പോൾ അർത്ഥം നൽകാൻ സഹായിക്കുന്നതുമായ ഘടകങ്ങളെ ഹർഫ് എന്നും നിങ്ങൾ മനസ്സിലാക്കി. ഇവിടെ അഫ്ആലിനെ കുറിച്ച്, ഫിഅലുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഫിഅല്, പ്രവൃത്തി. ഫഇന്നൽ അഫ്ആല അലാ അർബഅത്തി അഖ്സാമി. 4 രൂപത്തിൽ ഉണ്ട്. ഏതൊക്കെയാണ്? മാളിയായത്, കഴിഞ്ഞു പോയത്. മിസ്ലു ഫഅല വളറബ. ഫഅല പ്രവർത്തിച്ചു, ലറബ അടിച്ചു, ഇതൊക്കെ പറയുന്നത്. രണ്ടാമത്തേത് മുസ്തഖ്ബിലാണ്. മുസ്തഖ്ബിൽ മീൻസ് ഭാവി, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. മുസ്തഖ്ബിൽ, ഒരു കാര്യം, ഒരു പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നു, പ്രവൃത്തിയെ, അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച്. മുസ്തഖ്ബിൽ, ഭാവി എന്നാണ് അർത്ഥം. മിസ്ലു യഫ്അലു യദ്രിബു, പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കും, യദ്രിബു അടിക്കുന്നു, അടിക്കും എന്നൊക്കെ അർത്ഥം വരുന്നത്. അതേപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇഷ്ടംപോലെ വാക്കുകൾ നിങ്ങൾക്ക് അറിയാം. മൂന്നാമത്തത് അമ്രാണ്. അമ്ര എന്ന് പറഞ്ഞാൽ കൽപ്പനക്രിയ എന്ന് പറയും. മിസ്ലു ഇഫ്അൽ വയദ്രിബ്, നീ പ്രവർത്തിക്കൂ, നീ അടിക്കൂ. ഒരു കാര്യം നിലവിലില്ലാത്ത, ഭാവിയിൽ അല്ലെങ്കിൽ തൊട്ടുടനെ ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടില്ല, കൽപ്പിക്കലാണ്. നാലാമത്തെ ഒന്ന് നഹിയാണ്. നഹിയ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നതിനെ തൊട്ട് വിലക്കുക. അതൊരു കൽപ്പനയാണ്, പക്ഷെ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ ആവശ്യപ്പെടലാണ്. അതാണ് നഹി. നഹ എന്ന് പറഞ്ഞാൽ നിരോധിച്ചു എന്നാണ് അർത്ഥം. മിഥുലു ലാ തഫ്അൽ, നീ പ്രവർത്തിക്കരുത്. അതേപോലെ വലാ തദ്രിബ്, നീ അടിക്കരുത്. ഇതൊക്കെ നഹിയാണ്. ഈ ഫിഅല് മാളി നമുക്ക് പലതായിട്ട്, മാളിയായ ക്രിയയ്ക്ക് ചില കാര്യങ്ങളുമായി അതിനോട് ചേർത്ത് നമ്മൾ പഠിക്കണം. അറബി ഭാഷയുടെ ഒരു പ്രത്യേകത, അത് സംസാരിക്കുമ്പോൾ ആണാണോ പെണ്ണാണോ, ഹാജരുള്ള ആളാണോ ഹാജരില്ലാത്തവരാണോ, ഒരാളാണോ 2 പേരാണോ, 2-ൽ കൂടുതൽ പേരാണോ എന്നൊക്കെ ഉള്ളത് പരിഗണിക്കും. അതൊക്കെ പരിഗണിച്ചിട്ട് ഈ മാളിയായ ക്രിയയുടെ ചില ഭാഗങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാം. ഫൽ മാളി, കഴിഞ്ഞ കാലം. മാളിയായത് നൗആനി, 2 രീതിയിലുണ്ട്. ഒന്ന് മഅറൂഫ് ഉണ്ട്, മജ്ഹൂൽ. മഅറൂഫ് എന്ന് പറഞ്ഞാൽ അത് ചെയ്തത് ആരാണ് എന്ന് അറിയപ്പെട്ടതെന്ന്. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ചെയ്ത ആള്, ഫാഇലിനെ പറയപ്പെടാത്തത്, അറിയാത്തത്, അല്ലെങ്കിൽ ഫാഇലിനെ പറയൽ പ്രസക്തമല്ലാത്തത് കൊണ്ട്. ഇപ്പോ ഒരു അധ്യാപകൻ കുട്ടിയെ അടിച്ചു എന്ന് പറഞ്ഞാൽ അടിച്ച ആൾ ആരാണെന്ന് അറിയാം, പക്ഷെ കുട്ടിക്ക് അടി കിട്ടി എന്നുള്ളതാണ് മാത്രമാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ എന്താണ്? ലുരിബാന്നേ പറയത്തുള്ളൂ. ലറബൽ ഉസ്താദു അൽ വലദ, ഉസ്താദ് കുട്ടിയെ അടിച്ചു എന്ന് പറയും. ലുരിബൽ വലദു എന്ന് പറയുന്നത് കുട്ടിക്ക് അടി കിട്ടിയെന്ന, കുട്ടിക്ക് അടി കിട്ടപ്പെട്ടു എന്ന് പറയും. കുട്ടിക്ക് അടി കിട്ടി, അടിച്ചത് ആരാണെന്നുള്ളത് പ്രസക്തി ഇല്ലാതാണ്. അത് മജ്ഹൂൽ. നിങ്ങൾ തുടർന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവും അതിന്റെ പ്രസക്തി. ഫൽ മഅറൂഫു അല 14 വജ്ഹൻ. ഇപ്പൊ മഅറൂഫ് എത്ര ഉണ്ട്?
14 വജ്ഹൻ, 14 രൂപത്തിലുണ്ട്. അതിന്റെ ജെൻഡറും അതിന്റെ നമ്പറും അതിന്റെ പ്രസന്റ് ഓർ ആബ്സെന്റ് എന്നൊക്കെ പരിഗണിച്ച് 14 രൂപത്തിലുണ്ട്. സലാസത്തുൻ ലിൽ മുദക്കറിൽ ഗായിബ്, 3 ലിൽ മുദക്കർ അൽ ഗായിബ്, മറഞ്ഞ പുരുഷന്മാരെ സംബന്ധിച്ചുള്ളതും. വസലാസത്തുൻ ലിൽ മുഅന്നസിൽ ഗായിബ്, 3 മറഞ്ഞ സ്ത്രീകളെ കുറിച്ചുള്ളതും. വസലാസത്തുൻ ലിൽ മുദക്കറിൽ ഹാദിർ, 3 ഹാജരായ പുരുഷന്മാരെ സംബന്ധിച്ചുള്ളതും. വസലാസത്തുൻ ലിൽ മുഅന്നസിൽ ഹാദിർ, 3 ഹാജരായ സ്ത്രീകളെ സംബന്ധിച്ചുള്ളതും. വഇത്നാനി ലിൽ മുതകല്ലിമീൻ, 2 സംസാരിക്കുന്ന ആളിനെ സംബന്ധിച്ചുള്ളതും. സംസാരിക്കുന്ന ആൾ ഒരാളാകാം, പലരാകാം, അതുള്ളതാണ്. അപ്പൊ അത് ഓരോന്നും ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. താഴെ തുടർന്ന് നമുക്കത് പഠിക്കാം ഇൻഷാ അല്ലാഹ്.